2016 മാർച്ച് 6-നാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കലാഭവൻ മണി മരണപ്പെട്ടത്. കരൾ രോഗം ഗുരുതരമായി ചികിത്സയിലിരിക്കെയാണ് മരണം. മദ്യപാനം മണിയുടെ ആരോഗ്യം പാടെ നശിപ്പിച്ചിരുന്നു. പലരും മുന്നറിയിപ്പ് നൽകിയിട്ടും നടൻ മദ്യപാനം തുടർന്നു. സൗഹൃദ വലയങ്ങൾ മണിയുടെ മദ്യപാനത്തെ വലിയൊരു കാരണമായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. ആരോഗ്യം മോശമായി കലാഭവൻ മണി ആശുപത്രിയിലായ ദിവസത്തെ സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ജോബിയായിരുന്നു കലാഭവൻ മണിയുടെ മാനേജർ. പാടിൽ കൂട്ടുകാരുമൊത്ത് ആഘോഷിച്ച മണിക്ക് ദേഹാസ്വാസ്ഥ്യം വന്നപ്പോൾ ആദ്യം ഡോക്ടർ സുമേഷിനെ വിളിക്കുന്നതും ഇദ്ദേഹമാണ്. സുമേഷ് രാത്രി 11:30 സ്ഥലത്തെത്തിയത്. ഡയബറ്റിക് പേഷ്യൻ്റായ മണി മദ്യപിക്കരുതെന്ന് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അന്ന് ബിയർ കുടിച്ചിട്ടുണ്ടായിരുന്നു. വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്യുന്ന മണിയാണ് ഡോക്ടറെ കണ്ടത്. ആദ്യം മണി ചികിത്സയ്ക്ക് തയ്യാറല്ല. പാടിൽ അങ്ങനെ മണി രക്തം ശ്രദ്ധിച്ചു. ജാഫർ ഇടുക്കി, തരികിട സാബു തുടങ്ങിയവരാണ് തലേദിവസം അവിടെ വന്ന് മണിക്കൊപ്പം മദ്യപിച്ചിട്ട് ആഘോഷിച്ചത്. ഡോക്ടർ സുമേഷ് പലതവണ ആശുപത്രി പോകാൻ പറഞ്ഞിട്ടും മണി തയ്യാറായില്ല. ഇതിനെക്കുറിച്ച് ഒരിക്കൽ സുമേഷ് സംസാരിച്ചിട്ടുണ്ട്. കുറേ നാളായി മദ്യം കഴിക്കുന്നവർക്ക് അത് കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥത മണ്ണിൽ കാണാമായിരുന്നു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. ഒരു തരത്തിലും മണി ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല. അടുത്ത് ചെല്ലുമ്പോൾ കൈയൊക്കെ തട്ടിമാറ്റി വല്ലാതെ പെരുമാറിയിരുന്നു. ഇതോടെ ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് മണിയെ ആശുപത്രിയിൽ കൊണ്ടുപോകരുത്. പോകുന്ന വഴിയെല്ലാം മണി സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്ന് അന്ന് ഡോക്ടർ സുമേഷ് പറഞ്ഞു. കേസിലെ അന്വേഷണം നടത്തിയ ഉണ്ണിരാജൻ IPS ഒരിക്കൽ മണിയെക്കുറിച്ച് സംസാരിച്ചു. മണിയുടെ മദ്യപാനവും ആരോഗ്യനില അവഗണിച്ച് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇദ്ദേഹം വ്യക്തമാക്കി. മണി ഒരു ദിവസം ഉപയോഗിച്ചിരുന്ന 12-13 കുപ്പി ബിയറാണ്. 5-ാം തീയതിയാണ് ആശുപത്രിയിലാകുന്നത്. 4-ാം തീയതി മണി കുടിച്ചത് 12 കുപ്പിയോളം ബിയറാണ്. ബിയറിന്റെ മിഥൈൽ ആൽക്കഹോളിന്റെ അംശം ചെറിയ തോതിലുണ്ട്. ഒരുപാട് അളവിൽ കഴിക്കുമ്പോൾ അതിന്റെ അളവ് ശരീരത്തിൽ കൂടും. മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. ലിവർ സിറോസിസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മദ്യപിക്കുന്നത് മരണം വില കൊടുത്ത് വാങ്ങിയതിന് തുല്യമാണ്. മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും സ്വന്തം ആരോഗ്യം മണി അവഗണിച്ചു. കൃത്യമായ അന്വേഷണമാണ് മണിയുടെ മരണത്തിൽ നടന്നത്. ഉണ്ണിരാജൻ IPS വ്യക്തമാക്കി. 45-ാം വയസ്സിൽ മണി ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവർക്കും ഞെട്ടലായിരുന്നു. തലേന്ന് കഴിച്ച ബീറിന്റെ വിഷാംശം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടിൽ നിന്ന് പുറത്ത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചു കുടുംബവും രംഗത്ത് വന്നു. എന്നാൽ അന്വേഷണത്തിൽ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് വ്യക്തമാവുകയും ചെയ്തു.